Next, program number 5. Create a dictionary with a set of book title and corresponding stock. Write a program to update the stock and add or delete books. ഇതാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു സ്റ്റോക്ക് ആദ്യം ഉണ്ട്. ഇതാണ് ഇനീഷ്യൽ ബുക്ക് ഡിക്ഷണറി. ബുക്സ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്. അതിനകത്ത് ഉള്ളത് പൈത്തൺ ബേസിക് എന്ന് പറയുന്ന പുസ്തകം 10 നമ്പേഴ്സ് ഉണ്ട്. ഡാറ്റാ സയൻസ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന ഇത് 5 നമ്പേഴ്സാണുള്ളത്. ആദ്യത്തെ നമ്മുടെ അതിൻ്റെ ടൈറ്റിലും രണ്ടാമത്തെ സ്റ്റോക്ക് എത്രയെണ്ണം സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. കണ്ടോ, ഇനീഷ്യൽ ബുക്സ് ഇതാണ് പൈത്തൺ ബേസിക്സ് 10, ഡാറ്റാ സയൻസ് ഹാൻഡ് ബുക്ക് 5. ഡു യു വാണ്ട് ടു ആഡ് ഓർ അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് ബുക്ക്? അപ്പം നമ്മൾ ആഡ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും എൻ്റർ ദ ന്യൂ ബുക്സ് ടൈറ്റിൽ. ആഡ് ചെയ്യേണ്ട ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ മാത്സ് എന്ന് കൊടുത്തു. അതിൻ്റെ എൻ്റെ സ്റ്റോക്ക് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 13 എന്ന് കൊടുത്തു. അപ്പോൾ ഉടനെ കമാൻഡ് പറയും ബുക്ക് ആഡഡ്. അപ്ഡേറ്റഡ് ബുക്ക് ആദ്യം പറഞ്ഞതെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് ഡാറ്റാ സയൻസിൻ്റെ 5 ഉണ്ട്. ഇതാ മാത്സിൻ്റെ ഇതാ നമ്മളിവിടെ എൻ്റർ ചെയ്ത മാത്സിൻ്റെ 13 നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്തു, ആഡ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കോഡാണ് നമുക്ക് നോക്കേണ്ടത്. കോഡ് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യം ഇതാ ഇനീഷ്യൽ ബുക്സ് പ്രിൻ്റ്, ഇനീഷ്യൽ ബുക്സ് അത് പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡു യു വാണ്ട് ടു ആഡ്, ഇതാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആക്ഷൻ ഇൻപുട്ട് ഡു യു വാണ്ട് ടു ആഡ്, അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് ബുക്സ്. അപ്പം അങ്ങനെ എഴുതുമ്പോൾ ഇത് കണ്ടോ, സ്ട്രിപ്പ് എന്ന് പറയുന്നു. ബുക്കിൻ്റെ ഡോട്ട് ലോവർ. അപ്പം സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് ഇട്ടിട്ട് ആഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആഡ് കഴിഞ്ഞിട്ട് സ്പേസ് പറയുന്നു. അതൊന്ന് സ്വീകരിക്കല. ആഡ് എന്നാണെങ്കിൽ നമ്മൾ സ്പേസ് കഴിഞ്ഞ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ഡി ഇട്ട് കഴിഞ്ഞാൽ ആ സ്പേസ് അത് കൺസിഡർ ചെയ്യല. ഡോട്ട് ലോവർ എന്ന് പറഞ്ഞാൽ ADD എന്ന് വായിക്കുള്ളൂ. സ്മോൾ എ സ്മോൾ ഡി. അപ്പോൾ കൊടുത്തിരിക്കുന്നതിൻ്റെ സ്പേസ്, ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് എല്ലാം കളയും. അതിൻ്റെ ഇടയിലുള്ള പിന്നെ അത് ലോവറിലും എടുക്കും. അപ്പോൾ ഇനി നമ്മൾ എന്ത് കൊടുത്താലും ലോവറിലാണ് എടുക്കുക, ലോവർ ലെറ്റേഴ്സിലാണ് എടുക്കുക, സ്പേസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ AD സ്പേസ് കൊടുത്ത് ക്യാപിറ്റൽ ADD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ ഇങ്ങനെയാണ് വായിക്കുക, സ്മോൾ ADD. അപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു. എൻ്റർ ന്യൂ ബുക്ക് ടൈറ്റിൽ, അത് നമ്മൾ ടൈറ്റിൽ എൻ്റർ ചെയ്തു. ദെൻ അതിൻ്റെ ടൈറ്റിൽ എൻ്റർ ചെയ്ത മാത്സ് എന്നാണ്. അപ്പോൾ ടൈറ്റിൽ മാത്സ്. സ്റ്റോക്ക് എൻ്റർ സ്റ്റോക്ക്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 13 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 13 ആയി. ബുക്ക് ടൈറ്റിൽ മാത്സ് 13 ആയി. അപ്പം എന്ത് ചെയ്യും, പ്രിൻ്റ് ബുക്ക് ആഡഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതാണ് അവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുകയല്ല, അപ്ഡേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടൈറ്റിൽ ചോദിക്കും എൻ്റർ ദ ബുക്ക് ടൈറ്റിൽ ടു അപ്ഡേറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജാവ എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, ഈ ടൈറ്റിൽ ഇൻ ബുക്സ് നോക്കും. ടൈറ്റിൽ ഇൻ ബുക്സ് ഈ ജാവ ഈ ടൈറ്റിലിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കും. ഇല്ല. അപ്പം എന്ത് ചെയ്യും, ബുക്ക് നോട്ട് ഫൗണ്ടഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. ജാവ ഇല്ലാത്തതുകൊണ്ട്, സ്റ്റോക്കിലില്ലാത്തതുകൊണ്ട്. ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ പൈത്തൺ ബേസിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പൈത്തൺ അപ്ഡേറ്റ് കൊടുത്തു. ബുക്ക് എൻ്റർ ടൈറ്റിൽ ടു അപ്ഡേറ്റ് പൈത്തൺ ബേസിക് എന്ന് കൊടുത്തു. അപ്പം ഈ ടൈറ്റിൽ ഇൻ ബുക്സ് പൈത്തൺ ബേസിക്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ സ്റ്റോക്ക് എന്ന് പറയും. ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ പൈത്തൺ ബേസിക് 10 ഉള്ളത്, അത് 20 ആക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നിടത്ത് 20 കൊടുക്കും. എൻ്റർ ന്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത് 20 കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്ത് ഇതാ ബുക്ക് ടൈറ്റിൽ പൈത്തൺ ബേസിക് സ്റ്റോക്ക് 20 എന്നാവും. എന്നിട്ട് നമ്മൾ എഴുതി കാണിക്കും
സ്റ്റോക്ക് അപ്ഡേറ്റഡ് എന്ന് പറയും. ഇതാണ് ചെയ്യുന്നത്. ഇനി അല്ല നമ്മൾ എൽസ് ഡിലീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡിലീറ്റ് ചെയ്യാന്ന് വയ്ക്കുക. ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റർ ബുക്ക് ടൈറ്റിൽ ടു ഡിലീറ്റ്. അപ്പോൾ നമുക്ക് ഡാറ്റാ സയൻസിൻ്റെ ബുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അല്ല ഡാറ്റാ സയൻസ് അല്ല വേറെ ഒരു C++ ആണ് കൊടുത്തതെങ്കിലോ ഈ ടൈറ്റിൽ ഇൻ ബുക്സ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ബുക്ക് നോട്ട് ഫൗണ്ടഡ് എന്ന് കാണിക്കും. ഇല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡാറ്റാ സയൻസ് ഹാൻഡ് ബുക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പം അത് ഉണ്ട്. ഡിലീറ്റ് ടൈറ്റിൽ, ആ ടൈറ്റിൽ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡാറ്റാ സയൻസ് ബുക്ക് ഹാൻഡ് ബുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ബുക്ക് ഡിലീറ്റഡ് എന്ന് എഴുതി കാണിക്കും. ഇതൊന്നുമല്ല നമ്മൾ വേറെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ ആക്ഷൻ ഇൻവാലിഡ് എന്ന് കാണിക്കും. നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ആഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇതല്ലാതെ വേറെ ഒരെണ്ണം എന്തെങ്കിലും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ ഇൻവാലിഡ് ആക്ഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റഡ് ബുക്സ്. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ഇതിൻ്റെ കോഡ് ഇതാണ് ഇതിൻ്റെ കോഡ് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.